ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ യാത്ര. അപ്പോൾ ഗിന്നീസൊന്നും വൃത്തിയാക്കണം. 5 മണി കഴിഞ്ഞ് 6 മണിക്ക് പോകണം. മൈ ന്യൂ ടൈമെക്സ് വാച്ച്. സമയം കറക്റ്റ് അല്ല. എൻ്റെ കല്യാണത്തിന് ന്യൂ ആയിരുന്നു. ഇപ്പോൾ 6 മാസം പഴക്കമുള്ള ടൈമെക്സ് വാച്ച്. ഹായ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഹലോ ഗൈസ്, നമ്മളിങ്ങനെ വഴിയിൽ മാങ്ങ ഇറങ്ങി. നല്ല മധുരമുള്ള മാങ്ങ. നമ്മൾ കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ രാവിലെ വിശ്വാസ തുടക്കമാണ്. സ്പിരിച്വൽ സ്റ്റാർട്ട്. ശേഷം അതില്ലാതെ മുണ്ടിലാണ്. വിശ്വാസത്തിൻ്റെ അടയാളം. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഇവിടുത്തെ പ്രസാദം ഉണ്ണിയപ്പം പൈസ കൊടുത്ത് മേടിക്കാം. ബേസിക്കലി ഐ എം നോട്ട് എ വിശ്വാസി. പക്ഷേ കുടുംബത്തോടൊപ്പം വരുമ്പോഴത്തേക്കും അതൊരു രസമാണ്. മൂത്രമൊഴിക്കണം. ഇവിടെ ഒഴിക്കും. ഭാഗ്യക്കുറി വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഭാഗ്യക്കുറി എടുത്താൽ അടിക്കുമെന്നായിരിക്കും അമ്മയുടെയൊക്കെ വിചാരം. എന്തൊരു മൂത്തപ്പുര വൃത്തി കുഴപ്പമില്ല. എനിക്കൊരു പുച്ഛമുണ്ട്. അതും ഈ അമ്പലത്തിൻ്റെ പരിസരത്തു നിന്ന് ലോട്ടറി കച്ചവടം കൂടുന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ദുരുപയോഗമല്ലേ. ഇപ്പം അടിച്ചു കളയും. ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്നൊരു ചോദ്യമുണ്ട്. കോമഡി എന്നല്ല, എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണ് ഞാൻ പോകണം. എന്തോ അയ്യപ്പനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവമാണ്. പോകുമ്പോൾ അറിയാം. എനിക്കൊന്നും മനസ്സിലായില്ല പറഞ്ഞത്. അതാണ് സംഭവം. അടിപൊളി സാധനം.
നമ്മൾ പമ്പയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ അയ്യപ്പൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ്. ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി പാലക്കാട് നിന്ന് കയറിയ റെസ്റ്റോറൻ്റാണ്. പക്ഷെ ഭക്ഷണം സൂപ്പർലി. മസാല ദോശയാണ് ഞാൻ കഴിച്ചത്. മസാല ദോശയിലൊക്കെ നീള മണം. ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ ലിമിറ്റഡ് ആയതുകൊണ്ട് കുറച്ച്. പമ്പ പമ്പെത്തി. നമ്മളെ ഇപ്പം എന്തിനു വന്നേക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്? നീ പറഞ്ഞു അയ്യപ്പ ഇവിടെ വരുമോ? ആൾക്കാരെ പോകണം. കുളിക്കാൻ വരുമോ? ആറാട്ട് ആ ബെല്ലൊക്കെ അടിക്കണം. ബെല്ലല്ല, ചെണ്ടയൊക്കെ കിട്ടും. എനിക്കൊരു തേങ്ങ കാണാൻ പറ്റിയില്ല. ഭയങ്കര തിരക്ക്. ഒടുക്കത്തെ വെയിൽ. മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങിയ ഞാൻ ഒന്ന് വെയിൽ കൊള്ളണം. കണ്ട പൊന്നോ തളർന്നടേ. ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ട ഒന്ന്. വെള്ളമുണ്ടോ? ഇവിടെ ബോട്ടിൽ വാട്ടർ ഇല്ല എന്ന് മനസ്സിലായി. കുടിവെള്ളത്തിന് ഇതുപോലുള്ള അറേഞ്ച്മെൻറ്റ്സേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് മാത്രമേ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഉള്ളൂ. പൊള്ളാണ്. അന്നദാനത്തിൻ്റെ ക്യൂ. നമുക്ക് വേറെ രീതിയിൽ അന്നദാനം സെറ്റാകും എന്നാണ് തോന്നുന്നത്. ആറാട്ട് കഴിഞ്ഞ് നേരത്തെ കണ്ട ഒരു സംഭവത്തിൽ കൊണ്ട് ഇരുത്തുന്ന ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ഒടുക്കത്തെ ബഹളം, ഒടുക്കത്തെ തള്, തമിഴന്മാർ, തെലുങ്കന്മാർ, ആകെ ബഹളം. എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നു. പക്ഷേ കൊള്ളാം. അന്നദാനം കണ്ടോ? നമുക്ക് വേറെ രീതിയിൽ അന്നദാനം കിട്ടും. ഇവിടെയൊക്കെ ആളുകൾ അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുന്നു.
സാധാരണക്കാരൊക്കെ അതാ ഇവിടെ ഇങ്ങനെ ക്യൂ നിന്ന് മേടിക്കുമ്പോൾ മേടിച്ചിട്ട് തിന്നുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ പൂജാരി അങ്ങനെ എന്തോ സ്പെഷ്യൽ ആൾക്കാരാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് തോന്നുന്നു. അല്ല കേട്ടോ, ഇത് ശരിയാണ്, അതിൻ്റെ ആയിട്ട് നടത്തിപ്പുകാർ വിളമ്പുകാരും അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് നിന്ന് സ്പെഷ്യലായിട്ട് കഴിക്കുന്നു. വീട്ടിലോട്ട് അങ്ങനെ ശബരിമല പമ്പയെന്ന് തിരിച്ചിരിക്കുന്നു. എല്ലാവരും ഭക്തി മയം കൊണ്ട് ചുമന്ന് തുടുത്ത് വീട്ടിലേക്ക് യാത്രയായിരുന്നു.